നമ്മൾ എന്ത് ചിന്തിക്കുന്നോ അതാണ് നമ്മളിൽ നിന്ന് റേഡിയേറ്റ് ആവുക. സപ്പോസ് സ്വയം അവനവനെ ക്രിട്ടിസൈസ് ചെയ്യുകയാണെന്ന് കരുതും. ഞാൻ എന്താണിങ്ങനെ? എനിക്കെന്താണ് സംഭവിക്കുന്നത്? ഇതായിരുന്നില്ല ഞാൻ ചെയ്യേണ്ടിയിരുന്നത്. മറ്റാരെയും കുറിച്ചല്ല, അവനവനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. സോ എന്തായിരിക്കും നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥ? നമ്മുടെ എനർജി ഫീൽഡ്, നമ്മുടെ വൈബ്രേഷൻസ് തീർച്ചയായും മോശമായിരിക്കും. കാരണം സ്വയം വിമർശിക്കുകയാണല്ലോ. ഇത് നമ്മുടെ ബന്ധങ്ങളെ എങ്ങനെയാണ് ബാധിക്കുക? ചിന്തിച്ചു നോക്കൂ. ബന്ധങ്ങൾ മോശമായി മാറും. കാരണം സ്വയം കുറ്റപ്പെടുത്തുകയാണ്, സ്വയം വിമർശിക്കുന്നു. അർത്ഥം സ്വയം വെറുക്കുന്നു. വെറുപ്പ് വളരെ പവർഫുൾ വാക്കാണ്. അത് നമ്മുടെ എനർജി ഫീൽഡിനെയും ഓറയെയും നെഗറ്റീവാക്കും. ഏതൊരു ചിന്ത റിപ്പീറ്റഡായി ഉണ്ടായാലും അതിൻ്റെ ഇംപ്രിൻസ് ആത്മാവിൽ പതിയുന്നു. മറ്റുള്ളവരോട് നന്നായി സംസാരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. അവരെ അഭിനന്ദിക്കും, മോട്ടിവേറ്റ് ചെയ്യും. പക്ഷേ അവനവനോട് നന്നായി ബിഹേവ് ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യം നമ്മൾ അറിയുന്നില്ല. നമ്മൾ നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ ആ നെഗറ്റീവ് എനർജി നമ്മുടെ ആത്മാവിലെ ഊർജത്തെ കുറയ്ക്കുന്നു, എനർജി ഫീൽഡിനെ നെഗറ്റീവാക്കും. അങ്ങനെ ആത്മാവ് വീക്കാവും. ശക്തി കുറഞ്ഞ ആത്മാവ് മറ്റുള്ളവരുമായി ഇടപഴകുമ്പോൾ നമ്മൾ വാക്കുകൾ കൊണ്ട് ആളുകളെ സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചാലും വേദനയുടെയും വിമർശനത്തിൻ്റെയും വൈബ്രേഷൻസാണ് അവർക്ക് ലഭിക്കുക. കാരണം നമ്മൾ സൃഷ്ടിച്ചത് വിമർശനത്തിൻ്റെ വൈബ്രേഷൻസാണ്. നിങ്ങൾ ആളുകളെ നല്ല വാക്കുകൾ കൊണ്ട് മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിച്ചാലും നിങ്ങളുടെ വൈബ്രേഷൻസ് അവർക്ക് എന്താണ് നൽകുക? നിങ്ങളുടെ വൈബ്രേഷൻസ് അവരെ നെഗറ്റീവായി ബാധിക്കും. നിങ്ങളുടെ വൈബ്രേഷൻസ് നിങ്ങളിൽ സ്പ്രേ ചെയ്തൊരു പെർഫ്യൂം പോലെയാണ്.